മറ്റേ തടി ലാൽ സാർ. അപ്പൊ അദ്ദേഹം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോ പറയാനും പറ്റത്തില്ല. എനിക്ക് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഞാൻ ഇക്കാട് ഞാൻ ചോദിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഇക്കാട് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ തീരുമാനം എന്നേ പറയുള്ളൂ, അതെനിക്കറിയാം. അപ്പൊ അങ്ങനെ പോയി ചെയ്തതാണ്. പിന്നെ ആ സമയത്ത് വന്ന സിനിമകളൊക്കെ എന്റെ കുറച്ച് പിടിപ്പുകേടുണ്ട്. കുറച്ചുകൂടെ ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു. സ്ക്രിപ്റ്റ് സെലക്ഷനിലാണ് എവിടെയാണ് ഒരു ഇത് പറ്റിയെന്നാ തോന്നുന്നേ? നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കാര്യം ഞാൻ ആരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല. എനിക്ക് വരുന്നു. അപ്പൊ ചില സമയം നമ്മളെ ആൾക്കാരൊക്കെ പൊക്കി വെക്കുമ്പോൾ നമ്മൾ തന്നെ ഓർക്കണം ഇത് അപ്പുറം കൊണ്ട് ഇടാനുള്ളതാണ്. ഇതൊക്കെ എനിക്ക് ആ സമയത്തൊന്നും എനിക്കൊരു 23-24 ഒക്കെ ഏജ് ഉള്ളപ്പോഴാണ് ഞാൻ ഇത് ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു മെച്യൂരിറ്റി കുറവും എടുത്തുചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ ഒറ്റ അടിക്കാൻ തീരുമാനമായപ്പോൾ അത് പറഞ്ഞത് നമ്മള് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ചിലപ്പോൾ ലേറ്റ് ആയി പോകും. പക്ഷെ അവിടെ നിന്ന് നമ്മള് പറന്ന് കയറണല്ലോ. പണ്ട് തൊട്ടേ സിനിമയിലേക്ക് വരാൻ തന്നെയായിരുന്നോ ആഗ്രഹം? അതെയോ ആസിഫ് എങ്ങനെ സിനിമയിൽ സക്സസ്ഫുൾ ആയി, അല്ലെങ്കിൽ അതുകൊണ്ടാണ് സിനിമയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം വന്നത്? സിനിമ വരുന്നവരെ എനിക്കിതൊരു സ്വപ്നമാണ്. നമ്മള് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു, ഇവരൊക്കെ ശരിക്കുള്ളവരാണോ അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയിലേക്ക് ആൾക്കാരെ പുറത്തുനിന്ന് എടുക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ.